വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അവൻ വചനം മാംസമായി. മറിയത്തോട് മാലാഖ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതുകൊണ്ട് നീ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. അവൻ ജനിച്ചത് സ്ത്രീ പുരുഷന്മാരുടെ ഇച്ഛയിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ്. അതിനാൽ അവൻ പരിശുദ്ധനാണ്. പരിശുദ്ധനെ അവർ കുരിശിൽ തറച്ചു കൊന്നു. ആരാണ് യേശുവിനെ ക്രൂശിച്ചത്? നിയമജ്ഞരോ ഫരിസേയരോ പണ്ഡിതന്മാരോ അന്നത്തെ പ്രമാണിമാരോ ഹെറോദോസോ പീലാത്തോസോ ഒന്നുമല്ല. അവൻ മരിക്കണമെന്നുള്ളത് ദൈവഹിതമായിരുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവൻ മരിക്കണമെന്നുള്ളത്, അവൻ പീഡ സഹിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. ദൈവം തന്നെ മനുഷ്യനെ ലോകത്തിലേക്ക് അയക്കുന്നതിന് സൃഷ്ടിക്കുന്നതിന്